പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അങ്ങനെ 34ാമത്തെ സിനഡും സമാപിച്ചിരിക്കും. അതേപ്പറ്റി ബഹുമാനപ്പെട്ട നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് ഒരു പത്രക്കുറിപ്പ് ഇറക്കി. വളരെ മനോഹരമായ ഒരു പത്രക്കുറിപ്പ്. കോഴിയുടെ മുലയൂട്ട് പോലെ മുലയുണ്ടാവും, അപ്പം നിങ്ങൾക്ക് മുല തരാം, അതുവരെ കുത്തിപ്പുറക്ക്. തള്ളക്കോഴി കുഞ്ഞുങ്ങളോട് പറഞ്ഞത്. ഇതുപോലെയാണ് ഘട്ടം ഘട്ടമായി. ജനിക്കുമ്പോൾ 1-ാം ഘട്ടം, പിന്നെ ജീവിക്കുമ്പോൾ 2-ാം ഘട്ടം, മരിക്കുമ്പോൾ 3-ാം ഘട്ടം, അത് 7-ന് 4-ാം ഘട്ടം, ആണ്ടിന് 5-ാം ഘട്ടം. അതോടുകൂടി പിന്നെ മനുഷ്യൻ്റെ ഓർമ്മയിൽ നിന്നങ്ങ് പോകുമല്ലോ. അതാണ് സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ. എനിക്കൊത്തിരി സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട് കേട്ടോ. നാട്ടിൻപുറത്തൊരു പ്രത്യേകതയുണ്ട്. പണ്ട് കാലത്തൊക്കെ നാട്ടിൻപുറത്ത് വീട്ടിൽ പട്ടിണിയാണെങ്കിലും നാട്ടിലെ ചില ആശാന്മാരെല്ലാം കൂടി വൈകുന്നേരം ആകുമ്പോൾ ഏതെങ്കിലും ഒരു ഷാപ്പിൽ പോകും. ഷാപ്പിൽ പോയിട്ട് അവിടെ ഇരുന്ന് അവർ പാട്ടുമൊക്കെ പാടി ഇച്ചിരി കള്ളൊക്കെ വാങ്ങിച്ച് തലക്കറി അതൊക്കെ വെച്ച് പുഷ്ടിയായിട്ട് ആഹാരം കഴിക്കും. എന്നിട്ട് ആടി നാട്ടിൻപുറത്തൂടെ വീട്ടിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ അവർ പല പാട്ടും പാടും, പല അഭിപ്രായവും ഒക്കെ പറയും. വീട്ടിൽ ചെല്ലുമ്പോൾ പട്ടിണിയായ വീട്, കാര്യമായിട്ട് കഴിക്കാനൊന്നുമില്ല. വല്ല ഗോതമ്പ്, ഏതെങ്കിലും തരത്തിൽ ഗോതമ്പ് കഞ്ഞിയോ അല്ലെ ഗോതമ്പ് പൊടി കൊണ്ടോ വല്ലോ കുഴച്ചുണ്ടാക്കി, തേങ്ങായും അതുപോലുള്ള ഒരു സാധനവും ഇല്ല, അത് കുഴച്ച് ഉണ്ടാക്കുന്ന ഉണ്ടയോ അല്ലെങ്കിൽ അത് കലക്കി ചുടുന്ന ദോശയോ ഒക്കെ മക്കൾക്ക്. രാത്രി പട്ടിണി കിടക്കും. ഇതുപോലെയാണ് ഇപ്പോൾ നടന്ന സിനഡ്. 52 പേര് കൂടിയെന്ന് പറഞ്ഞു. 52 പേർക്കും വലിയ കുഴപ്പമില്ലാത്ത മാനുഷികാഹാരമുണ്ട്, കൃത്യമായ ദൈവികാഹാരമുണ്ട്. മനുഷ്യർക്ക് അൽമായ സഹോദരങ്ങൾക്ക് കൊടുത്തത് പിണ്ണാക്കും തവിടും കൂടെ കുഴച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് തിന്നാൽ മതി, തൽക്കാലം ചാകത്തില്ല, ജീവിക്കാം. പിന്നെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾക്കും ഈ അപ്പന്മാർ കഴിച്ച് തരുന്നതാണ് എന്നൊരു നല്ല പ്രഖ്യാപനം കൂടെ. എൻ്റെ പിതാക്കന്മാരെ നിങ്ങളെ ഏത് പേര് വെച്ച് വിളിക്കണമെന്നൊരു പിടിയില്ല. സങ്കടത്തോടെ പറയുക, പിതാവെന്നുള്ള പേര് തന്നെ നിങ്ങൾക്ക് ചേരുന്നതല്ല. കാരണം പിതാവിൻ്റെ സ്വഭാവമാണ് ഉണ്ടാകേണ്ടത്. നായ്വേഷം കെട്ടിയാൽ കുരയ്ക്കണമെന്ന് പറയും. വെറും കുരയല്ല, നന്നായിട്ട് കുരയ്ക്കണം. വരുന്ന ശത്രുവിനെ ഓടിക്കാൻ തക്ക തരത്തിൽ നായ്വേഷം കെട്ടിയാൽ കുരയ്ക്കണമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നിങ്ങൾ പിതാവിൻ്റെ കുപ്പായമായിട്ട് അരക്കെട്ടും വെച്ച് ചെല്ലുന്നിടത്തെല്ലാം എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഒരുപാട് രൂപതകൾ സ്ഥാപിക്കുന്നു, പുതിയ പിതാക്കന്മാരെ വാഴിക്കുന്നു. ഈ കത്തി തീരാൻ പോണ മെഴുകുതിരി പോലെ കത്തോലിക്ക സഭയിൽ ദൈവജനം തീർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ആർക്ക് ഗുണം വരാനാണ് പുതിയ മെത്രാന്മാരും പുതിയ രൂപതകളും നിർമ്മിക്കുന്നത്? മറ്റു രാജ്യങ്ങളിലാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം. കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടാക്കണമെന്ന് കത്തറിച്ചെന്ന് പറഞ്ഞിച്ച് വന്നിരിക്കുക. എന്നെടുക്കാനൊന്നും ഒരു പിടിയില്ല. ഇവിടെയുള്ള കത്തോലിക്ക കോൺഗ്രസിന് എന്നാ പണിയെന്ന് പോലും അറിയില്ല. ഇത് ഇത്രയും വലിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടായി, വിശ്വാസ ശോഷണമുണ്ടായി, നശിക്കുന്നു. അതുപോലെ തന്നെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നപ്പം മുഖ്യമന്ത്രി പറഞ്ഞ കള്ളത്തരെല്ലാം കൂടെ അയാൾ കള്ളവാ പറയുന്നെങ്കിൽ നിങ്ങൾ സത്യം തെളിയിക്കാൻ നിങ്ങൾ എന്തേ മുന്നോട്ടിറങ്ങാഞ്ഞത്? പോനത്തിൽ കയറിയിരുന്നേച്ച് നിങ്ങളിങ്ങനെ ആമ്പിള്ളേർ വേണ്ടതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. അവരുടെ കമ്മീഷൻ പ്രകാരം അവർ വാങ്ങിച്ചുകൊണ്ട് പോയി വേണ്ടത്. ഇത് വേണ്ടുന്നത് കിട്ടേണ്ടത് നിങ്ങൾക്കല്ലല്ലോ, പാവപ്പെട്ട ദൈവജനത്തിനല്ലേ. നിങ്ങൾ ഈ തവിടും പിണ്ണാക്കും കൂടെ കുഴച്ച് കൊടുക്കുന്ന കണക്ക് ഇപ്പോഴും ഈ ജനത്തിന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നാണം കൊട്ട പിതാക്കന്മാരെ, നിങ്ങളെയൊക്കെ ഓടിച്ചിട്ട് തല്ലണമെന്നാണ് തോന്നുന്നത്. ഇച്ചിരി അഹങ്കാരത്തോടെ തന്നെ പറയുക. നീതിബോധമില്ലാത്ത ഒരു പാവപ്പെട്ട വിശ്വാസിയുടെ വിശ്വാസം പോലും നിങ്ങൾക്കില്ല.
കല്യാണം കഴിച്ച് 3-4 മക്കൾക്ക് ജന്മം കൊടുത്ത് ജീവിക്കുന്ന ഒരപ്പൻ ബലിയാകുന്നത് പോലെ മക്കൾക്ക് ആഹാരവും അവർക്ക് വസ്ത്രവും അവർക്ക് വിദ്യാഭ്യാസവും കൊടുക്കാൻ ഒരപ്പൻ്റെ ബലി പോലെ നിങ്ങളുടെ ജീവിതം ഒരു ബലിയല്ല. സങ്കടം കൊണ്ട് പറയുക, ആത്മരോഷം കൊണ്ട് പറയുക, ആത്മാവ് നശിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്കൊരു ചൂടുമില്ലാത്തവർ കള്ളന്മാരാണ് നിങ്ങൾ. പേരും പ്രശസ്തിയും കുപ്പായവും ഒക്കെ ഇട്ടുകൊണ്ട് ലോകത്തിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന മേജർ ആർച്ച് ബിഷപ്പേ, അങ്ങ് എന്തിനാണ് ഈ പദവി ഏറ്റെടുത്തത്? നരകത്തിലേക്ക് ആത്മാക്കളെ റിക്രൂട്ട് ചെയ്യാണ്. സഹിക്കത്തില്ല. ഇനി 6 മാസം കഴിയുമ്പോൾ അടുത്തത് വരും. ഓരോ 6 മാസവും ഓരോ ചാപിള്ള പ്രസവിക്കുന്ന ഒരു സ്ത്രീയെ പോലെ ഒരു ഗുണവുമില്ലാത്ത ഭയങ്കര പരിപാടിയാണ് വചനപ്രഘോഷണം. വചനം ജീവിക്കാത്ത നിങ്ങളൊക്കെ എന്ത് പ്രഘോഷിക്കാനാണ്? നിങ്ങളെയൊക്കെ കാണുന്നത് ഇന്ന് അവജ്ഞയോടെയാണ്. ദൈവജനം കാണുന്നത്, ലോകജനം കാണുന്നത്. കൂടുതൽ പറയുന്നില്ല. ഞങ്ങൾക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട് കേട്ടോ, ഈ പൊട്ടന്മാരായ വിശ്വാസികൾക്കൊരു ഉറപ്പുണ്ട്. സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഭൂമിയിൽ ഞങ്ങൾക്ക് അവൻ്റെ കൃപ തരും. ഈ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ കണ്ണീരൊന്നും ദൈവം വെറുതെ കളയില്ലെന്നേ. കുപ്പിയിൽ ശേഖരിക്കുന്നത് ഇതുപോലുള്ള കണ്ണുനീരാ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.